നമസ്കാരം. എന്നും വളരെ ഹാപ്പി ആയിട്ട് ഗുഡ് നൈറ്റ് ഷോ തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പ്രേക്ഷകരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയൊരു ദിവസമല്ല. നമ്മളേറെ സങ്കടത്തോടെ നിൽക്കുന്ന, എന്താണ് പറയുക, ഞെട്ടി നിൽക്കുന്നൊരു മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഒരു അപകടത്തെക്കുറിച്ച്. ആ അപകടത്തിൽ ജെൻസൺ എന്ന യുവാവ് വെന്റിലേറ്ററിലാണ്, ഗുരുതരമായി പരിക്കേറ്റെന്ന് പറഞ്ഞു. ഇന്ന് ജെൻസൺ വിടവാങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തുവന്നത്. അതോടുകൂടി വലിയ നോവായി മാറുകയാണ് ശ്രുതി എന്ന പെൺകുട്ടി. ഇതൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ ഒരുപക്ഷെ ചോദിക്കും, ആരാണിവർ എന്ന്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒരുപക്ഷെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ നമ്മൾ കണ്ട ഒരുപാട് കഥകൾ, കേട്ട ഒരുപാട് കഥകൾ, അതിൽ നമ്മുടെ കരളിനെ വല്ലാതെ നോവിപ്പിച്ചൊരു കഥയാണ് ശ്രുതിയുടേത്. പക്ഷെ ശ്രുതിക്ക് എല്ലാമായി വലിയൊരു തണലായി ജെൻസൺ എന്ന പ്രതിഷ്ഠിത വരനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 1-ാം തീയതി നമ്മളവിടെ പ്രേക്ഷക സമ്മേളനത്തിന് പോയപ്പോഴും ഒക്കെ നേരിൽ കണ്ടു സംസാരിച്ചതൊക്കെയാണ്. പക്ഷേ അങ്ങനെ ആ തണൽ കൂടി ശ്രുതിക്ക് നഷ്ടമാവുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം അവർക്ക്, ആ പെൺകുട്ടിക്ക് എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്കിത് പറയാനേ പറ്റില്ല. മാത്രമല്ല, ശ്രുതിക്ക് ഇത്രയും വലിയൊരു ആഘാതത്തിൽ നിന്ന് വളരെ വേഗം തന്നെ കുറച്ചെങ്കിലും ഒന്ന് മാറാൻ സാധിച്ചത് ജെൻസന്റെ സാന്നിധ്യം തന്നെയായിരുന്നു. അവർ 10 വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അടുപ്പം അവർ തമ്മിലുണ്ട്. അവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അടുത്ത മാസത്തിനുള്ളിൽ അടുത്ത മാസത്തോടെ അവരുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ വയനാട് ജില്ലാ സമ്മേളനത്തിന് പോയപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ്. അവിടെ വയനാട്ടിൽ ദുരന്തബാധിതരെ നമ്മൾ ചേർത്ത് പിടിച്ചിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അന്ന് ഞാനും പ്രജനും അവരെ അടുത്ത് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്കും ആ ദുരന്ത വാർത്തയിൽ ഒരു ആശ്വാസമായിരുന്നു ഇരുവരും. കാരണം ശ്രുതിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടുവെങ്കിലും ചേർത്ത് പിടിക്കാൻ ജെൻസൺ ഉണ്ടല്ലോ. അങ്ങനെ ആ കൂട്ടത്തിലൊരു ആശ്വാസമായിരുന്നു ഇവരുടെ കാഴ്ച. പക്ഷേ ചില സമയത്തൊക്കെ വലിയ ക്രൂരത നമ്മളോട് കാലം കാണിക്കും. അത്തരത്തിലൊരു വലിയ ക്രൂരതയാണ് ശ്രുതിയോടിത് ശരിക്കും അന്ന് അവിടെ പ്രേക്ഷക സമ്മേളനം തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ ഇരുവരും വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ. സെക്കൻഡ് റോയിൽ ഇപ്പോഴും ഓർക്കുന്നു, സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ശ്രുതിയെയും ജെൻസനെയും. SK എന്നെ കാണണം, സംസാരിക്കണം എന്നൊരു ആഗ്രഹം അവർ പറയുന്നു. പിന്നീട് ഒരുപാട് മണിക്കൂറുകൾ കാത്തിരുന്നാണ് അവർക്കിങ്ങനെ സ്റ്റേജിലേക്ക് വരാൻ ഒരു അവസരം കിട്ടുന്നത്. ഞാനാണ് അന്ന്, എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്ത് സ്റ്റേജിലുള്ളത്, ഇവരെ വിളിക്കുന്നതൊക്കെ. അന്ന് ഇവരുടെ കഥ റിപ്പോർട്ട് ചെയ്ത വിപിൻ C. വിജയനും ഉണ്ടായിരുന്നു. വിപിൻ ആണ് പ്രേക്ഷകരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ദുരന്തത്തിൽ എല്ലാ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട ശ്രുതി ആ ദുരന്തം വരുന്നതിന് മുമ്പേ തന്നെ കല്യാണ നിശ്ചയം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹം ഉറപ്പിച്ച സമയത്താണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അതിൽ കുടുംബാംഗങ്ങളെ മുഴുവനായി നഷ്ടപ്പെടുന്നു, അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെടുന്നു ശ്രുതിക്ക്. പിന്നെ ആകെ ഒരു ബലമായുള്ളത് ഉണ്ടായിരുന്നത് ജെൻസൺ ആയിരുന്നു. ജെൻസനൊപ്പം പോകാനൊക്കെ അന്ന് SK ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ ധൈര്യവും നൽകിയാണ് ജെൻസനെ അന്ന് മടക്കി അയച്ചത്. പക്ഷേ ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ വീണ്ടും ഒരു വലിയ ദുരന്തം ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുജിത്ത്, ഒരുപക്ഷെ സുജിത്തിന് ഏറ്റവും അടുത്തറിയാവുന്ന 2 പേരാണ് ജെൻസനും ശ്രുതിയും. ശ്രുതിക്ക് വലിയൊരു ആഘാതം ഉണ്ടാക്കിക്കൊണ്ടാണ് ജെൻസന്റെ ഒരു വിടവാങ്ങൽ, അതും ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ആ കുട്ടിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക, എങ്ങനെയാണ് ഈ ഒരു സമയം ശ്രുതിക്ക് താണ്ടാൻ പറ്റുക എന്നൊന്നും അറിയില്ല. എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? എന്താണ് സുജിത് വിവരങ്ങൾ? പ്രജിന് വല്ലാത്തൊരു ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. അത് വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു ജെൻസൺ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളത്. പക്ഷേ അതെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഇന്ന് വൈകിട്ട് രാത്രി 8:57 മരണം സ്ഥിരീകരിച്ചത്. ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജെൻസൺ. ഇന്നലെയാണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ 9 പേർ യാത്ര ചെയ്യുന്ന ഒമ്നി വാൻ അത് നേരെ ഒരു സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇതിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പിറകു ഭാഗം തുറക്കുന്ന നിലയാണ് ഉണ്ടായത്. അത് കൃത്യമായ രീതിയിൽ തന്നെ CCTV ദൃശ്യത്തിൽ, അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ എല്ലാം തന്നെ പുറത്തേക്ക് എടുത്തത്. ഇതിനുശേഷം നേരെ കൊണ്ടുപോയത് കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലേക്കാണ്. ലിയോ ആശുപത്രിയിൽ വെച്ച് ജെൻസന് പരിക്ക് ഗുരുതരം ആയതിനാൽ തന്നെ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. മാറ്റിയത് മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കാണ്. മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു.
ഉണ്ടായിരുന്നു. തലയ്ക്ക് ഗുരുതരമായ രീതിയിലുള്ള പരിക്കാണ് ഉണ്ടായിരുന്നത്. ആന്തരിക രക്തസ്രാവം വലിയ അളവിൽ ഉണ്ടായിരുന്നു. തലച്ചോറിൻ്റെ ഒരു ഭാഗം 1.5 സെന്റിമീറ്റർ അകന്നു മാറിയ നിലയിലേക്ക് അത്തരം വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. കണ്ണിൻ്റെ ഭാഗത്ത് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. മാത്രമല്ല തലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് എത്തിച്ചത്. പക്ഷേ പിന്നീട് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായി. പക്ഷേ അതൊന്നും വിഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വൈകിട്ട് മരണം സ്ഥിരീകരിക്കുന്നത്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ മരണവിവരം നമ്മളെ അറിയിച്ചത്. ഈ ശ്രുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹം ഉറപ്പിച്ചതായിരുന്നു. ഈ ശ്രുതിയുടെ മാതാവ് എന്ന് പറയുന്നത് അവിടുത്തെ മുൻ വാർഡ് കൗൺസിലർ കൂടിയാണ്. സബിത എന്നാണ് അവരുടെ പേര്. അച്ഛൻ ശിവണ്ണ എന്നാണ് അച്ഛൻ്റെ പേര്. ശിവണ്ണൻ എന്നാണ് അച്ഛൻ്റെ പേര്. അതോടൊപ്പം സഹോദരി ശ്രേയയുണ്ട്. ഈ 3 പേരും ഈ മഹാദുരന്തത്തിൽ ഇരകളായ ആളുകളാണ്. അവരെല്ലാം തന്നെ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ശ്രുതി ആ സമയത്ത് കോഴിക്കോട് ജോലി ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ അപകടത്തിൽ നിന്ന് ശ്രുതി രക്ഷപ്പെട്ടത്. ശ്രുതി തനിച്ചായി. ശ്രുതിയുടെ ബന്ധു കൂടിയായിട്ടുള്ള ലാവണ്യയും ഈ യാത്ര ചെയ്ത ഈ 9 അംഗ സംഘത്തിലുണ്ടായിരുന്നു. ലാവണ്യയ്ക്കും മാതാപിതാക്കളെയും സഹോദരനെ നഷ്ടപ്പെട്ട ഒരാളാണ്. നവോദയ സ്കൂളിലായിരുന്നു ലാവണ്യ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. ആ കുട്ടിക്കും പരിക്കുണ്ട്. അങ്ങനെ 9 പേർക്ക് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ജെൻസൺ ഒഴികെ ബാക്കിയുള്ള 8 പേരും ഈ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഈ ജെൻസനെ അങ്ങോട്ട് മാറ്റി. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ ഈ അത്യന്തം അപകടകരമായ സ്ഥിതിയാണ്. മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് തന്നെ ശരീരം മാറിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം രാവിലെ തന്നെ പുറത്തു വന്നതാണ്. അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ അക്കാര്യം നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതുമാണ്. എന്തായാലും ആ മഹാദുരന്തത്തിൻ്റെ ബാക്കി പത്രം ആയി അതിൻ്റെ ഒരു അതിജീവന കാഴ്ച തന്നെയായിരുന്നു ഈ ഇരുവരും. കാരണം ശ്രുതിയെ വല്ലാതെ ജെൻസൺ ചേർത്ത് പിടിച്ചു. ഈ ചടങ്ങുകളെല്ലാം, അതായത് 41 ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വിവാഹത്തിലേക്ക് കടക്കാനുള്ള നീക്കം ഉൾപ്പെടെയായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഈ ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ യാത്രയായിരിക്കുന്നു. ഇനി അതിജീവിക്കുക എന്നുള്ളതാണ്. ശ്രുതിക്ക് എത്രമാത്രം അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. നാളെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടി, ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മേപ്പാടി പോലീസാണ് ഇൻക്വസ്റ്റ് നടപടി നടത്തുക. അതിനുശേഷം നേരെ മൃതദേഹം കൊണ്ടുപോകുന്നത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ്. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടക്കും. ഇതിനുശേഷം ആണ്ടൂരിലെ വീട്ടിൽ അമ്പലവയലിനും തോമാട്ടുചാലിനും ഇടയിലുള്ള സ്ഥലമാണ് ഈ ആണ്ടൂർ എന്ന് പറയുന്നത്. അവിടെയാണ് വീടിനടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം. ഇതിനുശേഷം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 24 കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള അരുണിൻ്റെ, നമ്മുടെ ടിക്കറിൽ ജോലി ചെയ്യുന്ന അരുണിൻ്റെ ബന്ധു കൂടിയാണ് ജെൻസൺ. അരുണിൻ്റെ സഹോദരൻ അഖിൽ ഉൾപ്പെടെയുള്ളവർ, ഇവരൊക്കെ അടുത്ത ബന്ധുക്കളാണ്. അവരെല്ലാം അഖിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ മരണസമയത്ത് അഖിലായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും ബന്ധുക്കൾ ഉണ്ട്. ഈ ദുരന്തത്തിൻ്റെ അതിജീവന കാഴ്ചയിൽ വീണ്ടും ശബ്ദമിടറുന്ന വിധത്തിൽ, മനസ്സിടറുന്ന വിധത്തിൽ വീണ്ടും ഇങ്ങനെ മറ്റൊരു ദുരന്തം കൂടി കാണേണ്ടി വന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. എന്തായാലും അതിജീവിക്കാൻ ശ്രുതിക്ക് കഴിയേണ്ടതുണ്ട്. ഈ ശ്രുതിയെ കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറഞ്ഞത്. കാരണം ഇങ്ങനെ മരിച്ചു എന്നുള്ള വിവരം ശ്രുതിയെ അറിയിച്ചിട്ടില്ല. കാരണം ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ഈ ലിയോ ആശുപത്രിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അറിയിക്കാൻ കഴിയാത്തതെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. കാലിനാണ് ശ്രുതിക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ലാവണ്യ അടക്കമുള്ള ബന്ധുക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും 9 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരാൾക്ക്, അതിൽ ജെൻസന് ഗുരുതരമായി പരിക്കേറ്റു. ജെൻസന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ദുഃഖകരമായ വാർത്ത ഈ രാത്രിയിൽ പങ്കുവയ്ക്കുന്നു. പ്രവിത. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സുർജിത്തിനെ സംബന്ധിച്ച് ഉരുൾപൊട്ടലിന്റെ ആ വലിയ ഭീതിതമായ കാഴ്ച അത് മുഴുവനും കണ്ട ആളാണ്. അപ്പോൾ സുർജിത്തിന് ഈ ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതേറെ സങ്കടകരമായിട്ടൊരു കാര്യമാണ്. മാത്രമല്ല, അന്ന് നമ്മൾ അല്പം മുൻപ് പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ ഈ 24 കണക്റ്റിൻ്റെ വയനാടിനെ ചേർത്ത് പിടിച്ച ആ പരിപാടിയിൽ, 24 സംഘടിപ്പിച്ച ആ പരിപാടിയിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും പ്രജനും ജെൻസണെയും ശ്രുതിയെയും അടുത്ത് കണ്ടതാണ്, പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണ്. അന്ന് SKN ഉൾപ്പെടെ അവരെ വേദിയിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. അല്ലെ, ഒരു ജോലി മാറാൻ പോവെന്ന് പറഞ്ഞു. കോഴിക്കോട് മിംസിലെ ജോലി നല്ലതല്ലേ? അങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ചെയ്യാം, ഗോകുലം ഗ്രൂപ്പിൽ ഒരു ജോലി വാങ്ങിച്ചു തന്നാലോ? ഓക്കെ ആണോ? വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
ചെറിയ തോതിലൊരു ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ്. ഞങ്ങൾ ആഡംബരമായിട്ടുള്ള കല്യാണമായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ സാധാരണ തോതിൽ ചെറിയ തോതിൽ പരിപാടി നടത്തി കൊണ്ടുപോകുക. കുട്ടിയുടെ ആർക്കൊക്കെ അപകടം സംഭവിച്ചത്? അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ വലിയച്ഛനുണ്ട്, വലിയമ്മ. വീട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നിലവിൽ. ഞങ്ങൾ അച്ഛന്മാരും അമ്മമാരും അടക്കം 9 പേരാണ് പോയത്. സഹായത്തിന് ആരാ ഉള്ളത് ഇപ്പോൾ? ഞങ്ങൾ മക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാ അന്ന് ആ ദുരന്തമൊക്കെ സംഭവിച്ച് അങ്ങനെ ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെൻസൺ ഇങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച അത് അടുത്ത് നിന്ന് കണ്ട ആൾക്കാരാണ് നമ്മളപ്പോൾ. അന്ന് ജെൻസന്റെ മുഖത്തുണ്ടായ എന്താണ് പറയുക, ആ ഒരു ആശ്വാസവും ഒക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ ശ്രുതി ഇപ്പോഴും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ്, ആരാണ് ശ്രുതിയെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് എന്താണ് പറയുക, നമുക്ക് അത് മനസ്സിലാവുന്നത് എന്താണ് ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന വികാരവും ആഘാതവും ഒക്കെ എന്നുള്ളത്. എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ ജീവിതം. അത് താങ്ങാൻ ആ കുട്ടിക്ക് കരുത്തുണ്ടാകട്ടെ. ശ്രുതിക്ക് കൂട്ടായിരുന്നത് പ്രതിശ്രുതപരൻ ജെൻസൺ മാത്രമായിരുന്നു. അപകടത്തിന്റെ രൂപത്തിൽ ജെൻസനെയും മരണം കവരുമ്പോൾ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകളില്ല. 24 പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനത്തിലും ഇരുവരും പങ്കെടുത്തിരുന്നു. ദുരന്തങ്ങളുടെ പെരുമഴയായിരുന്നു ശ്രുതിയുടെ ജീവിതത്തിൽ. മാതാപിതാക്കളും സഹോദരിയും ബന്ധുക്കളും ഉരുൾപൊട്ടലിൽ മറഞ്ഞു. വിവാഹത്തിന് 1 മാസം മാത്രം ശേഷിക്കെ എല്ലാം നഷ്ടമായ ശ്രുതിക്ക് ദുരിതാശ്വാസ ക്യാമ്പ് മുതൽ ആശ്വാസമായത് പ്രതിശ്രുതവരനായ ജെൻസൺ മാത്രമായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയം അവൾക്ക് രാപ്പകൽ തണലേകി നിന്നു. ഇനിയും വയനാട്ടിൽ തുടരണമെന്ന ആഗ്രഹമില്ലെന്ന് ശ്രുതി 24നോട് പറഞ്ഞിരുന്നു. വയനാട്ടിൽ നിൽക്കണമെന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ അനിയത്തിനെ കൂടുതലും ഞാൻ തന്നെയായിരിക്കും പുറത്തോട്ട് കൊണ്ടുണ്ടാവുക. നാട്ടിൽ നിന്ന് അവിടുന്ന് കോഴിക്കോട് നിന്ന് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലീവിന് വരുമ്പോൾ അനിയത്തിനെ കൂടി ഞാനായിരിക്കും സിനിമയ്ക്കും അവിടേക്ക് പിടിക്കാൻ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ പ്ലേസ് പോകുമ്പോഴും ഞാൻ ഇവളായിട്ട് വന്നിട്ടുണ്ടല്ലോ, അമ്മേനെ കൊണ്ടുപോകും, അച്ഛൻ്റെ കൂടെ വന്ന, അങ്ങനെ ഓരോ ഓർമ്മയാണ് എല്ലായിടത്തും കാണുമ്പോഴും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ 41 കഴിഞ്ഞിട്ട് കൊണ്ടുപോകുക, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നടന്ന 24 പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിൽ ജെൻസണും ശ്രുതിയും എത്തി. വയനാടിന് പുറത്ത് ഒരു ജോലി എന്ന ശ്രുതിയുടെ ആവശ്യത്തിന് 24ന്റെ പിന്തുണയും ഉറപ്പും. അല്ലെ, ഒരു ജോലി മാറാൻ പോകുമെന്ന് പറഞ്ഞു. ജോലി മാറാൻ പോകും. കോഴിക്കോട് മിംസിലെ ജോലി നല്ലതല്ലേ? അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ചെയ്യാം, ഗോകുലം ഗ്രൂപ്പിൽ ഒരു ജോലി വാങ്ങിച്ചു തന്നാലോ? ഓക്കെ ആണോ? വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തോതിലൊരു ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ്. ഞങ്ങൾ ആഡംബരമായിട്ടുള്ള കല്യാണമായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ സാധാരണ തോതിൽ ചെറിയ തോതിൽ പരിപാടി നടത്തി കൊണ്ടുപോകുക. കുട്ടിയുടെ ആർക്കൊക്കെ അപകടം സംഭവിച്ചത്? അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ വലിയച്ഛനുണ്ട്, വലിയമ്മ. വീട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നിലവിൽ. ഞങ്ങൾ അച്ഛന്മാരും അമ്മമാരും അടക്കം 9 പേരാണ് പോയത്. സഹായത്തിന് ആരാ ഉള്ളത് ഇപ്പോൾ? ഞങ്ങൾ മക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും ശ്രുതിയുടെ ഓരോ കാര്യത്തിലുമുള്ള ജെൻസന്റെ കരുതൽ ദുരന്തത്തിന്റെ തീരാദുഃഖങ്ങളിലും ആശ്വാസമുള്ള കാഴ്ചയായിരുന്നു. വേദനകളെ ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുമ്പോഴാണ് ജെൻസണെയും മരണം കവരുന്നത്. ടീം 24 വയനാട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിധയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടായി. KSU SFI പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംവരണ സീറ്റിലേക്കുള്ള വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് SFI പ്രവർത്തകർ ആരോപിക്കുകയായിരുന്നു. എന്നാൽ ആ ആരോപണം KSU നിഷേധിച്ചു. 15 ബാലറ്റ് പേപ്പറുകൾ കാണുവാനില്ലെന്നും ബാലറ്റ് പേപ്പറുകൾ KSU മോഷ്ടിച്ചെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ആരോപിച്ചു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവർ പാടി നടന്നിരുന്ന കഥയായിരുന്നില്ല യാഥാർത്ഥ്യമെന്ന് SFIയുടെ വിജയത്തോടുകൂടി പൊതുസമൂഹം അറിയും എന്ന ഘട്ടമെത്തുമ്പോൾ വളരെ ബോധപൂർവം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക്, ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്ന നിലയിലേക്ക് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KSUവിന്റെ നേതാക്കന്മാർ മാറുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് നിന്ന് ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്നതിന് വേണ്ടി സംഘർഷം ഉണ്ടാക്കുക, ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്നതിന് വേണ്ടി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന എങ്ങനെ ജനാധിപത്യത്തെ കശാപ്പ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത്. സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു.
രണ്ട് സ്ഥാനാർത്ഥികൾ ആദ്യത്തെ റൗണ്ടിൽ ജയിക്കുകയും തുടർന്ന് SFI അവർ വിജയിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിൽ 20ഓളം ബാലറ്റുകൾ SFI നേതാവ് ആർഷോയുടെ നേതൃത്വത്തിൽ ബാലറ്റ് വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് കണ്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാരുൾപ്പെടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ ബാലറ്റ് വിഴുങ്ങിയ SFI അവിടെ കുറ്റക്കാരായി അവർ സ്ഥാപിക്കുന്നില്ല. ഇതിന്റെ മുഴുവൻ പാപഭാരവും അല്ലെങ്കിൽ KSUവിന്റെ തലയിലേക്ക് വെച്ചുകൊണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ മാത്രം വിജയിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ വരുന്നു അവിടെയെല്ലാം വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് ഈ സംഘർഷത്തിന് ഇടയാക്കിയ സംഭവത്തിന് വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഈ ബാലറ്റ് പേപ്പർ മോഷ്ടിക്കപ്പെട്ടു എന്ന ആരോപണം, അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം KSU ഉയർത്തിയിട്ടുണ്ട്. SFIക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഒപ്പം ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സംഘർഷം പൂർണ്ണമായി ഒഴിഞ്ഞോ? കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് സർവകലാശാല ക്യാമ്പസിനകത്ത് കുറച്ചു നേരം മുമ്പ് ഉണ്ടായത്. SFI KSU പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷം. ആദ്യത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും SFI ഏകപക്ഷീയമായി വിജയിച്ചിരുന്നു. അതിനുശേഷം സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ വോട്ടെണ്ണലായിരുന്നു നടന്നത്. 47 സീറ്റുകളിലാണ് സെനറ്റ് മത്സരം നടന്നത്. അതിൽ ഏതാണ്ട് കുറച്ച് സീറ്റുകൾ SFI ആദ്യം തന്നെ വിജയിച്ചിരുന്നു. പിന്നീട് 2 റിസർവേഷൻ സീറ്റുകളിൽ KSU പ്രവർത്തകർ വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് SFI പ്രവർത്തകരെ പ്രകോപിച്ചത്. രജിസ്ട്രാർ ഉപയോഗിച്ചുകൊണ്ട് KSU പ്രവർത്തകർ ഈ വിജയം അട്ടിമറിച്ചത് എന്നാണ് ആരോപിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ഇരുവരും വാക്കേറ്റമുണ്ടായി. പിന്നീട് റീകൗണ്ടിംഗ് നടത്തിയപ്പോഴും KSU പ്രവർത്തകർ ഈ റിസർവേഷൻ സീറ്റുകളിൽ 2 സീറ്റുകളിൽ KSU പ്രവർത്തകർ വിജയിച്ചതായി പ്രഖ്യാപനം വന്നു. അതിനുശേഷം ഇത് SFI പ്രവർത്തകർ ഇത് ബഹളമുണ്ടാക്കി. ഇത് രജിസ്ട്രാർ ഉപയോഗിച്ചുകൊണ്ട് KSU പ്രവർത്തകർ ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചു. പിന്നീടാണ് സംഘർഷം തുടങ്ങുന്നത്. അവിടുന്ന് വൻ പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിയിരുന്നു. പിന്നീട് ഇരു വിഭാഗവും SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മേശയൊക്കെ ചവിട്ടി ഒടിച്ച് പരസ്പരം ഈ മേശയുടെ കമ്പൊക്കെ പരസ്പരം വാരി വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇതിൻ്റെ നടുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേർക്കും ഈ തടി കഷ്ണങ്ങളൊക്കെ ചെന്ന് വീണു. അങ്ങനെ പരസ്പരം പോർ വിളിച്ച് വലിയ സംഘർഷമായിരുന്നു ഈ സെനറ്റ് ഹാളിനുള്ളിൽ നടന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഇത് ബാലറ്റ് പേപ്പറുകളും ഒപ്പം മറ്റു പേപ്പറുകളും ഒക്കെ വലിച്ചു കീറിയിട്ടിരിക്കുന്നതാണ് SFI KSU പ്രവർത്തകർ. ഇരുവരും തമ്മിൽ അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരം ഒരു യുദ്ധം തന്നെയായിരുന്നു ഇവിടെ നടന്നത്. ഇവിടുത്തെ കസേരകളും മേശകളും അതേപോലെ കുഷൻ സീറ്റുകളും എല്ലാം അടിച്ച് തകർത്ത് പൂർണ്ണമായും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബാലറ്റ് പെട്ടിയാണ്, അതായത് വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പറുകൾ നിക്ഷേപിച്ചിരുന്ന പെട്ടിയാണ്. ഇതൊക്കെ തകർത്ത ശേഷമാണ് പ്രവർത്തകർ ആ ബാലറ്റ് പേപ്പറുകളൊക്കെ വലിച്ചു വാരി എറിഞ്ഞത്. ഇതൊക്കെ ഏതാണ്ട് 8:30-9 മണിയൊക്കെ സമയത്താണ് ഇത് വലിയ സംഘർഷത്തിലേക്ക് കടന്നത്. പിന്നീട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ACP അടക്കമുള്ളവർ ഈ സെനറ്റ് ഹാളിലേക്ക് ഉള്ളിൽ വന്ന് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി പുറത്തേക്ക് കൊണ്ടുപോയായിരുന്നു. അപ്പോഴും SFI പ്രവർത്തകർ പോർവിളിയുമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ സംഘർഷമാണ് സെനറ്റ് ഹാളിനുള്ളിൽ ഏതാണ്ട് 2-3 മണിക്കൂർ നേരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എന്തായാലും നിലവിലിപ്പോൾ സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. KSU പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും പ്രവർത്തകരടക്കം കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവരെല്ലാം പോലീസ് അനുനയിപ്പിച്ച് പുറത്തേക്ക് മാറ്റി. ഇപ്പോൾ SFI പ്രവർത്തകർ ക്യാമ്പസിന്റെ വെളിയിലുണ്ട്. പക്ഷേ KSU പ്രവർത്തകർ ആരും ഇല്ലാത്തത് കൊണ്ട് വലിയ സംഘർഷമൊന്നുമില്ല. പക്ഷേ KSU പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിനൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സമാധാനപരമാണ്. ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷാവസ്ഥയാണ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഉണ്ടായത് എന്നാണ് അജീഷ് അവിടെ നൽകിയ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ. ഞാൻ പ്രവിധ തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. RSS ADGP കൂടിക്കാഴ്ച വിവാദത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി നിലപാടെടുത്തു. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ട എന്ന ഘടകകക്ഷികളുടെ ആവശ്യം CPIM അവഗണിച്ചു. തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ഇടതുമുന്നണി യോഗത്തിലെ പൊതുവികാരമാണ് ആദ്യം LDF കൺവീനറുടെ വാക്കുകളിൽ പുറത്തായത്. നാക്കുപിഴയാണോ എന്ന് ചോദ്യമുയർന്നതോടെ തിരുത്ത്. നാക്കുപിഴയല്ലെന്ന് പറഞ്ഞാൽ ADGP കുറ്റക്കാരനാണെന്ന തുറന്നു പറച്ചിലാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുള്ള പ്രതികരണം. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം.
ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ EP ജയരാജനെ പുറത്താക്കിയപ്പോൾ RSS നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ട ADGPക്ക് സംരക്ഷണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ്. LDFന്റെ രാഷ്ട്രീയ നിലപാടുകളെ അപ്പാടെ ചോദ്യം ചെയ്യുന്ന വിവാദമായിട്ടും ഇന്നത്തെ മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ADGP RSS കൂടിക്കാഴ്ച ഉൾപ്പെടുത്തിയിരുന്നില്ല. RJD-യാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത്. പിന്നാലെ മറ്റ് ഘടകകക്ഷികളും ഏറ്റുപിടിക്കുകയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് DGP അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി CPI-ക്കുൾപ്പെടെ സമ്മതിക്കേണ്ടി വന്നു. TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറായ ശേഷം ആദ്യ LDF യോഗമാണ് ഇന്ന് നടന്നത്. 24 തിരുവനന്തപുരം. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഗുരുതര ആരോപണവുമായി PV അൻവർ MLA ഇന്ന് വാർത്താസമ്മേളനം നടത്തി. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നതാണ് ആരോപണം. മലപ്പുറം SP-യെ സ്ഥലം മാറ്റിയതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് അതേസമയം VD സതീശൻ ആവശ്യപ്പെട്ടു. മലപ്പുറം പോലീസിലെ അഴിച്ചുപണി കുറ്റവാളികളെ രക്ഷിക്കാനുള്ള നാടകമാണെന്ന് മുസ്ലിം ലീഗും ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളുടെയും മൂർച്ച കൂട്ടുകയാണ് PV അൻവർ MLA. RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയതിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലും പോലീസിലെ RSS സംഘം പ്രവർത്തിച്ചു. ഈ സന്ദീപ് ആനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെന്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപ് ആനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിന്റെ ഒന്നാം ഘട്ടം. ആശ്രമം കത്തിച്ച കേസിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ CDR പരിശോധിച്ച പോലീസ് RSS പ്രവർത്തകരെ സംരക്ഷിച്ചു. P ശശിക്കെതിരായ പരാതി 2 ദിവസത്തിനകം പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എഴുതി നൽകുമെന്നും PV അൻവർ പറഞ്ഞു. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പോലീസ് ഉന്നതനെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മലപ്പുറത്തെ പോലീസുകാർക്കെതിരായ കൂട്ട നടപടി ജില്ലയെ മോശമാക്കാനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അദ്ദേഹത്തിന്റെ കൂടെ ഇത്തരം ക്രിമിനൽ കാര്യങ്ങളിലൊക്കെ സഹകരിച്ചിരുന്ന മലപ്പുറത്തെ 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ മുഖം വെളുപ്പിക്കാനാണ് ഇപ്പോ ഒരു സ്ഥലം മാറ്റൽ നാടകവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാതെ P ശശിയും MR അജിത് കുമാറും ബാരിക്കേഡ് തീർക്കുകയാണെന്ന അൻവറിന്റെ ആരോപണം ഇവരെ മാറ്റണമെന്ന ആവശ്യത്തിന് ബലമേകുന്നതാണ്. 24 മലപ്പുറം. എന്തായാലും PV അൻവർ വിടാനുള്ള ഭാവമില്ല. പിന്നാലെ P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളും കടുപ്പിക്കുകയാണ് PV അൻവർ. അതേസമയം തന്നെ ആ വിഷയം അല്ലെങ്കിൽ PV അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ അത് ഇടതുമുന്നണിയും CPM-നെയും വേറൊരു രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന PV അൻവറിന്റെ ശൈലിയോട് CPM-ന് അതൃപ്തിയുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്ത. ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല രീതിയല്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചത്. അതേസമയം P ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എഴുതി നൽകിയാൽ പരിശോധിക്കുമെന്നാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തതാണ് ഇടത് പിന്തുണയോടെ ജയിച്ച PV അൻവർ MLA കുറച്ച് ദിവസങ്ങളായി ഉന്നയിക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നിവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കുക, അതുവഴി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക. പാർട്ടി ഇതുവരെ അൻവറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടില്ലെങ്കിലും അൻവറിന്റെ രീതിയോട് നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ല. അതിന് ഒരു നല്ല ലക്ഷണമാണ്. P ശശിക്കെതിരെ അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് ശശിക്കെതിരെ അന്വേഷണം വേണ്ടെന്നാണ് CPIM നിലപാട്. എന്തായാലും പ്രതിപക്ഷ നേതാക്കളെക്കാൾ സൂപ്പർ പരിവേഷമാണ് ഇപ്പോൾ അൻവറിനുള്ളത്. 24 തിരുവനന്തപുരം. അങ്ങനെയാണ് PV അൻവർ MLA-യുടെ ആരോപണങ്ങൾ അതിങ്ങനെ രാഷ്ട്രീയ വിഷയമായി അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ ഭാഗത്തും എല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഉന്നയിച്ച നിരവധി ആരോപണങ്ങളിൽ ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഗവർണറുടെ ഇടപെടൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഒരു സമയത്തിലൂടെയാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം കടന്നു പോകുന്നത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ആശങ്കയുണ്ട് എന്ന് WCC ഇന്ന്
വ്യക്തമാക്കി. ഇന്ന് മുഖ്യമന്ത്രിയെ WCCയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ കാണുകയും ചെയ്തിരുന്നു. കൊച്ചിയിൽ യോഗം ചേർന്ന SIT ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് ആക്ഷൻ പ്ലാൻ പോലീസ് മേധാവിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊളിച്ചു പണിയണം എന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീലു എബ്രഹാമും സംഘടനാ നേതൃത്വത്തിന് കത്ത് നൽകി. WCC അംഗങ്ങളായ ദീദി ദാമോദരൻ, ബീന പോൾ, റിമ കല്ലിങ്കൽ, രേവതി എന്നിവർ ഇന്ന് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആശങ്ക അറിയിച്ചത്. അന്വേഷണം കൃത്യമായി നിരീക്ഷിക്കണമെന്നും മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നും WCC മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊളിച്ചു പണിയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീലു എബ്രഹാമും സംഘടനാ നേതൃത്വത്തിന് കത്ത് നൽകി. എന്നാൽ സാന്ദ്ര തോമസിന്റെ നിലപാടിൽ അംഗീകരിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമുണ്ടെന്നായിരുന്നു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. ഇതിനിടെ പീഡനാരോപണത്തിൽ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി രംഗത്തെത്തി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തി താരം ADGPക്ക് പരാതി നൽകി. അതിനിടെ കൊച്ചിയിൽ യോഗം ചേർന്ന SIT ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് ആക്ഷൻ പ്ലാൻ പോലീസ് മേധാവിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ബ്രോഡാഡി സെറ്റിലെ പീഡനക്കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് കീഴടങ്ങി. ഇന്നലെ ഹൈദരാബാദിലെ കുക്കട്പള്ളി കോടതിയിലാണ് മൻസൂർ കീഴടങ്ങിയത്. ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കണ്ടി ജയിലിലേക്ക് മാറ്റി. സമാന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ കോടതി നിർദ്ദേശം നൽകി. 2 ലക്ഷം രൂപയുടെ ബോണ്ട് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളിലാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്ത് 3 ദിവസം ചോദ്യം ചെയ്യാമെന്നും പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും കോടതി പറഞ്ഞു. യെസ്, അപ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പലരും ജെൻസന്റെയും ശ്രുതിയുടെയും കാര്യം തന്നെയാണ് ഇന്ന് കമൻറ്റ് ബോക്സിലുടനീളം പറയുന്നത്. എങ്ങനെയാണ് ഇത് താങ്ങാൻ കഴിയുക, ശ്രുതിക്ക് എന്ന സങ്കടവും ആശങ്കയും ഒക്കെ എല്ലാ പ്രേക്ഷകരും പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ ഇന്ന് കമൻറ്റുകൾ വരുന്നു. പാട്ട് വേണ്ട, ഇന്ന് ഈ സങ്കട വാർത്തയല്ലേ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ കുട്ടി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് എന്ന് ദ ലേസിയസ്റ്റ് ക്യൂൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് കമൻറ്റ് വരുന്നു. അല്ലമീൻ തങ്ങൾപ്പടി പറയുന്നു, കണ്ണീരോടെ നമുക്ക് ജെൻസിനെ യാത്രയാക്കാം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു 24 ഇനി ഇവരെ ചേർത്ത് പിടിക്കണം, ശ്രുതിയെ ചേർത്ത് പിടിക്കണം. അത് തീർച്ചയായിട്ടും, കാരണം നമ്മൾ ആ 24 കണക്റ്റിൻ്റെ വേദിയിൽ ശ്രുതി വന്നപ്പോൾ തന്നെ SK അത് പറയുന്നത് പ്രേക്ഷകർ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രുതിയെ 24 എന്തായാലും ചേർത്ത് പിടിക്കും. അതോടൊപ്പം തന്നെ ശ്രുതിക്ക് ഇനി വേണ്ടത് അത്രയധികം മെൻ്റൽ സപ്പോർട്ടാണ്. അത് ആരൊക്കെ നൽകിയാലും അതിൽ നിന്ന് ഉടൻ തന്നെ മടങ്ങിയെത്താൻ ശ്രുതിക്ക് മടങ്ങി വരാൻ, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പം മറ്റ് പ്രേക്ഷകരുടെ കമൻസും അങ്ങനെ തന്നെയാണ്. 24 ശ്രുതിയെ ചേർത്ത് നിർത്തണേ എന്ന് ആശ പറയുന്നുണ്ട്. മൂസക്കോയ വി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ക്യാമ്പസ് രാഷ്ട്രീയം, അതായത് ഇപ്പോൾ പറഞ്ഞ അല്പസം മുൻപ് നമ്മൾ പറഞ്ഞ SFI കേസ് സംഘർഷത്തെ തുടർന്ന് അദ്ദേഹം എഴുതിയതാണ്. ക്യാമ്പസ് രാഷ്ട്രീയം നിർത്തലാക്കിയാൽ അത്ര സുന്ദരമാവും വിദ്യാഭ്യാസം. രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പുറത്തുനിന്ന് മുതലെടുപ്പും ഒന്നും നടക്കില്ല അങ്ങനെ ആക്കിയാൽ എന്നാണ് മൂസക്കോയ പറയുന്നത്. അപ്പം ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട എന്നൊരു അഭിപ്രായക്കാരനാണ് മൂസക്കോയ. അത് തന്നെയാണ് നന്ദുവും പറയുന്നത്. കലാലയങ്ങളിൽ പാർട്ടി തിരഞ്ഞെടുപ്പുകളൊക്കെ നിരോധിക്കണമെന്നാണ് അഭിപ്രായം. പൊതുജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒന്ന് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ടോ? വിദ്യാഭ്യാസമല്ലേ മുഖ്യം എന്നാണ് നന്ദുവിൻ്റെ സംശയം. യെസ്, 2024 ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും വർഷമായി മാറുന്നു എന്നൊരു സങ്കടം അഷ്റഫ് CP ചോലക്കപ്പറമ്പൻ എന്നൊരു പ്രേക്ഷകൻ പങ്കുവെക്കുന്നു. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. പ്രവിത, തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഒടുവിൽ അതിനൊരു പരിഹാരമായി. 7ാം ദിവസമാണ് പരിഹാരമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം എത്താതിരുന്ന പണ്ടാരവിളാകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളമെത്തി തുടങ്ങി. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ചില ഭാഗങ്ങളിൽ നാളെ കുടിവെള്ളം മുടങ്ങുമെന്ന അറിയിപ്പിൽ തലസ്ഥാനവാസികൾ ആശങ്കയിലായിട്ടുമുണ്ട്. ആറന്നൂർ പണ്ടാരവിളാകത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പിലെ ചോർച്ച വാട്ടർ അതോറിറ്റി ജീവനക്കാർ പരിഹരിച്ചതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. ഇന്ന് രാവിലെയും ഇവിടെ വെള്ളമെത്താതിരുന്നത് 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയായിരുന്നു നടപടി. വൈകിട്ടോടെ പ്രദേശത്തെ മുഴുവൻ പൈപ്പുകളിലും വെള്ളമെത്തി. തൊഴുവൻകോട്, മുടവൻമുകൾ, പൂജപ്പുര മേഖലകളിലും വെള്ളമെത്തി. വായുമർദ്ദം കാരണം ഇടവിട്ടുള്ള ചില വീടുകളിൽ മാത്രമാണ് ഇനി വെള്ളമെത്താനുള്ളത്. ഇത് ഉടൻ പരിഹരിക്കുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അതേസമയം നാളെ നഗരത്തിൽ വീണ്ടും ജലവിതരണം മുടങ്ങുമെന്നാണ് ജല അതോറിറ്റിയുടെ അറിയിപ്പ്. ആൽത്തറ മേട്ടുക്കട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുന്നതിനായാണ് നിയന്ത്രണം. ആശങ്ക വേണ്ടെന്നാണ് ജല അതോറിറ്റിയുടെ അറിയിപ്പ്. 24 തിരുവനന്തപുരം.
അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഞാൻ ഒരു കമന്റിലേക്ക് പോവുകയാണ്. വിനോദ് കുമാർ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിനോദ് കുമാറിന്റെ കമന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് കമന്റ്സ് വന്നതിന്റെ ഇടയിൽ കമന്റ് വിട്ടുപോയതാണ് വായിക്കാൻ. അന്ന് എന്താ കമന്റ് നമ്പർ 21, മെസ്സേജ് നമ്പർ 22 എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിടുന്നുണ്ട്. ഇന്നിപ്പോൾ ഇട്ടിട്ടുണ്ട് മെസ്സേജ് നമ്പർ 23, ഒന്ന് വായിക്കൂ പ്രാപ്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മെസ്സേജ് വായിച്ചിരിക്കുന്നു വിനോദ്. യെസ്, വിനോദ് എനിക്ക് തോന്നുന്നു കണ്ണൂരിലുള്ള വിനോദാണോ എന്ന് തോന്നുന്നു, എനിക്ക് ഡൗട്ടുണ്ട്, നോട്ട് ഷുവർ. നമ്മൾ ഇടവേളയിലേക്ക് പോകും മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. എല്ലാവരും കാത്തിരിക്കുന്ന വാർത്തയാണ്, പ്രത്യേകിച്ച് ചൂട് സമയങ്ങളിലൊക്കെ ഈ വാഹനങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ഫിലിം ഒട്ടിക്കാൻ സമ്മതിക്കാത്തത് എന്നുള്ള ആ ഒരു സംശയം നമ്മളെല്ലാവരും പ്രകടിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. പക്ഷേ എന്തായാലും വാഹനങ്ങളിലെ ഗ്ലാസുകളിലെ ഫിലിം പതിപ്പിക്കുന്നതിൽ ഇളവുമായി ഹൈക്കോടതി. മുന്നിലും പിന്നിലുമുള്ള ഗ്ലാസുകളിൽ 70% കുറയാത്ത സുതാര്യമായ ഫിലിം പതിപ്പിക്കാം. വശങ്ങളിലെ ഗ്ലാസുകളിൽ 50% കുറയാത്ത സുതാര്യമായ സുരക്ഷാ ഫിലിം പതിപ്പിക്കാമെന്നും ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. നിതിൻ അംബുജൻ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. നിതിൻ, ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു ഇളവ് അത് ഈ സാഹചര്യത്തിൽ നൽകാനുള്ള കാരണം എന്താണ്? കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? പ്രജിൻ, വാഹനങ്ങളിലെ സൺ ഫിലിം ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർശന നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെ ഒരു ഹർജിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ജസ്റ്റിസ് നാഗേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇതിലിപ്പോൾ അനുവദനീയമായ വിധത്തിൽ ഈ ഫിലിം ഒട്ടിക്കാം, വാഹനങ്ങളിൽ ഫിലിം പതിപ്പിക്കാമെന്നാണ് ഇപ്പോൾ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ അനുവദനീയ വിധം സുരക്ഷാ ഗ്ലാസോ അല്ലെങ്കിൽ ഫിലിം പതിപ്പിച്ച വാഹനങ്ങൾക്ക് പിഴയീടാക്കാനാകില്ലെന്നിപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നു. വിവിധ ഹർജികൾ പരിഗണിച്ചാണ് ഈ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. മുന്നിലും പിന്നിലുമുള്ള ഗ്ലാസുകളിൽ 70% കുറയാത്ത സുതാര്യമായ ഫിലിം പതിപ്പിക്കാം. വശങ്ങളിലെ ഗ്ലാസുകളിൽ 50% കുറയാത്ത സുതാര്യമായ സുരക്ഷാ ഫിലിം പതിപ്പിക്കാമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ വാഹനങ്ങളിലെ സൺ ഫിലിം ഒട്ടുന്നതുമായി ബന്ധപ്പെട്ട് കർശന നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. പിഴയടക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഇതിലൊരു ഇളവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഏത് രീതിയിലുള്ള സൺ ഫിലിമാണ് ഒട്ടിക്കേണ്ടതെന്ന് കൃത്യമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പാലിച്ചു വേണം ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ. മറ്റൊരു വാർത്ത, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി.ടി. ഉഷയ്ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച ഗുസ്തി താരവും ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ട് പാരീസിലെ ആശുപത്രിയിലെത്തി. തന്നെ കണ്ടത് വെറും രാഷ്ട്രീയ കളി മാത്രമാണെന്നും വിനേഷ് ഫോഗട്ട് പ്രതികരിച്ചു. സ്വന്തം നിലയ്ക്കാണ് താൻ അപ്പീൽ പോയതെന്നും ഇന്ത്യക്ക് മെഡൽ നഷ്ടമായെന്ന് സർക്കാർ ആദ്യമേ വിധി എഴുതി എന്നും വിനേഷ് കുറ്റപ്പെടുത്തി. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യയാക്കപ്പെട്ട മെഡൽ നഷ്ടപ്പെടുകയും നിർജ്ജലീകരണത്തെ തുടർന്ന് താൻ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷ പി.ടി. ഉഷ രാഷ്ട്രീയം കളിച്ചെന്നാണ് വിനേഷ് ഫോഗോട്ടിന്റെ ഗുരുതര ആരോപണം. ആശുപത്രി കിടക്കയിലായിരുന്ന തന്നെ കാണാനെത്തിയ പി.ടി. ഉഷ ഫോട്ടോ എടുത്തു. ആരോഗ്യനിലയെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കുകയോ അയോഗ്യത നീക്കാനുള്ള സഹായം വാഗ്ദാനം ചെയ്യുകയോ ഉണ്ടായില്ല. पीटी उषा मैम आए थे, ठीक है, मैं हॉस्पिटल में थी, पिक्चर खींची, हाँ ना कुछ भी नहीं, क्या मतलब मुझे तो नहीं पता क्या सपोर्ट मिला वहाँ। पॉलिटिक्स में पर्दे के पीछे आगे कुछ होता है तो वहाँ पे भी पॉलिटिक्स हुई है। पॉलिटिक्स मतलब इसीलिए तो दिल टूटा ना, नहीं तो फिर बहुत सारे लोग बोल रहे आप चलो आप छोड़ना मत, रेसलिंग मत करा, किसके लिए करें? हर जगह ही तो पॉलिटिक्स है. അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അപ്പീൽ നൽകാൻ വൈകി. താൻ നേരിട്ടാണ് കായിക തർക്കപരിഹാര കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരും തനിക്കായി ഒന്നും ചെയ്തില്ല. മെഡൽ നഷ്ടമായെന്ന് അവർ ആദ്യമേ വിധി എഴുതിയെന്നും പ്രാദേശിക ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വിനേഷ് കുറ്റപ്പെടുത്തി. അതിനിടെ വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ അതൃപ്തി അറിയിച്ച പിതൃസഹോദരനും ആദ്യ കോച്ചുമായ മഹാവീർ ഫോഗോട്ട് രംഗത്തെത്തി. രാഷ്ട്രീയത്തിലിറങ്ങാതെ 2028 ഒളിമ്പിക്സിനായി വിനേഷ് തയ്യാറെടുക്കുകയാണ് വേണ്ടിയിരുന്നതെന്ന് മഹാവീർ ഫോഗോട്ട് പറഞ്ഞു. 24 ഡൽഹി. യെസ്, അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാവുന്നു. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ അവസാനത്തെ റിപ്പോർട്ട് കണ്ടിട്ട് ധനുഷ്കോടി പോയ അനുഭവങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, അടുത്ത വരും ദിവസങ്ങളിലൊക്കെ എന്താണ് പറയുക, ഒരു ഓണത്തിൻ്റെയൊക്കെ ഒരു സുഖമുള്ള ദിവസങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ അറിയിക്കുക. പരമാവധി നമുക്ക് ഓക്കെ ആവുന്ന പാട്ടുകളുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് പാടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് പാടാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ ഞങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നിർത്താം. ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നാളെ വീണ്ടും രാത്രി 10:30 പ്രേക്ഷകരെ കാത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.